കണ്ടതെല്ലാം മറന്നേക്കൂ. ഇനി കാണാൻ പോകുന്നതാണ് യഥാർത്ഥ സ്വർണ്ണ വിസ്മയം. സ്വർണ്ണ ശില്പങ്ങളുടെ കരവിരുതിൽ വിരിയുന്ന അപൂർവ പരമ്പരാഗത ഡിസൈൻ ആഭരണങ്ങൾ മുതൽ പുതിയ തലമുറയുടെ ഹൃദയം കവർന്ന ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ വരെ മെഷീൻ നിർമ്മിത ആഭരണങ്ങൾ, ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ അത്യപൂർവ ശ്രേണി. കാപ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, റിംഗ് റോഡ്, തിരൂർ. യോർ പാഷൻ, യോർ പ്രൈഡ്. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. അറബ് ആര്യ പാശ്ചാത്യവൽക്കരണം നമുക്ക് വേണ്ട. ഫസൽ ഗഫൂർ. ടെക്സ്റ്റ് ബുക്കുകളിൽ ആര്യവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അറബ് ആര്യ പാശ്ചാത്യവൽക്കരണം ആവശ്യമില്ല, നമുക്ക് വേണ്ടത് ഇന്ത്യാവൽക്കരണമാണെന്ന് ഡോക്ടർ പി എ ഫസൽ ഗഫൂർ. മലയാള ഭാഷയ്ക്കാണ് നമ്മളെപ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ടത്. ഉപരിപഠനത്തിനും മറ്റുമായി മറ്റു ഭാഷകൾ പഠിക്കുന്നത് നല്ലതാണ്. ഉപരിപഠന സീറ്റുകൾ ഇന്ത്യയിൽ ഒഴിഞ്ഞുകിടക്കുമ്പോൾ ഉപരിപഠനത്തിനായി നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നുണ്ട്. അതിന്റെ പ്രയാസങ്ങൾ അവർ അനുഭവിക്കുന്നുമുണ്ട്. അത് നമ്മൾ നിരുത്സാഹപ്പെടുത്തണം. വിദ്യാലയങ്ങളോട് അനുബന്ധമായി നടത്തുന്ന ക്യാമ്പുകൾ പലതും കൂത്തരങ്ങുകളായി മാറുന്ന സമയത്ത് ഇങ്ങനെയുള്ള ക്യാമ്പുകളിൽ DJ പോലുള്ള പരിപാടികൾ ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ചരിത്രത്തിന്റെ ഏടുകൾ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഭാഷകളുടെ മാതാവ് ദ്രാവിഡ തമിഴ് ഭാഷയാണ്. ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ മിത്തുകൾക്ക് പ്രാധാന്യമില്ലെങ്കിലും സാഹോദര്യം നിലനിർത്താൻ അവ നല്ലതാണ്. MES സ്കൂൾ എഡ്യൂക്കേഷൻ ബോർഡ്, MES സെൻട്രൽ സ്കൂൾ തിരൂരിൽ സംഘടിപ്പിച്ച ടീച്ചേഴ്സ് സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ മലയാള ഭാഷയും പഠിക്കില്ല, ഒരു ഇംഗ്ലീഷ് ഭാഷ പഠിക്കും. ഇപ്പൊ ഞങ്ങളാരും സംസാരിക്കാറില്ല. തന്റെ ഈ ഭാഷയിൽ തന്നെ എത്രത്തോളം ഇംഗ്ലീഷ് വാക്കുകൾ ഉണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാം. ഞാൻ സ്കൂളിൽ ഇംഗ്ലണ്ടിൽ പോയ ആദ്യത്തെ മലയാളി ആയിരിക്കും ഞാൻ സ്കൂളിൽ പഠിച്ചത്. ഇംഗ്ലണ്ട് അതിലുള്ള വളരെ പഠിക്കാനേ ഒക്കെ പഠിപ്പിക്കണം. ഇപ്പൊ നിങ്ങൾ ഓടിക്കൂടി MBBS വിട്ട് ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാഖിസ്ഥാൻ, ഏത് സ്ഥാനാരുമില്ല, പാകിസ്ഥാൻ ഒഴികെ എല്ലാ സ്ഥാനങ്ങൾക്കും ഇവരെ പഠിക്കാൻ പറ്റുന്നുണ്ട്. എന്തിനാണ് ഇവരെ പഠിക്കാൻ? അവരെന്തെങ്കിലും പഠിക്കാനില്ല. അവരുടെ സിലബസ് എന്താണെന്നറിയോ, അവരുടെ ഭാഷ എന്താണെന്നറിയോ, അവിടുത്തെ രോഗിയുടെ രോഗം എന്താണെന്നറിയോ, അതൊന്നും അറിയാതെ നമുക്ക് ചില പ്രദേശ് കിർഗിസ്ഥാനോ ചെറുക്കന്മാരെ മാസമാണ് കിർഗിസ്ഥാൻ. അതവിടെ കിടക്കണമെന്നറിയാം. നേരെ അഫ്ഗാനിസ്ഥാനിന്റെ ബോർഡറിലാണ് കിടക്കുന്നത്. യുക്രൈനിൽ പോയത് യുക്രൈനിൽ പോയത് എത്രയോ ദിവസം പട്ടിണി കിടന്ന് പല റൂട്ടിലൂടെ ഹംഗറിയിലും പോളണ്ടിലും തെറ്റിയെത്തി. അവസാനം ഞങ്ങളുടെ കാലം കഴിയുമ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഞാൻ അവിടെ എടുത്തോളാം, ഇംഗ്ലീഷ് പഠിച്ചു. ആ സാധുക്കൾ പോയില്ലേ. ഞാൻ ഫ്രാൻസിലായിരുന്നു കഴിഞ്ഞു. അപ്പോഴൊരു പെൺകുട്ടി പാത്രം നോക്കി നമ്മളൊക്കെ പ്രശ്നം കണ്ടപ്പോൾ ഒരു മലയാളി MES സ്കൂൾ എഡ്യൂക്കേഷൻ ബോർഡ് ചെയർമാൻ ഡോക്ടർ KP അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. 10, 15, 20, 25, 30 വർഷം തുടർച്ചയായി MESൽ സേവനമനുഷ്ഠിച്ച അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. MES സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് K മുഹമ്മദ് ഷാഫി ഹാജി, എഡ്യൂക്കേഷൻ ബോർഡ് സെക്രട്ടറി KMD മുഹമ്മദ്, സലാം പിലിലീസ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. എഡ്യൂക്കേഷൻ ബോർഡ് ഡയറക്ടർ VN ബാലകൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തിരൂർ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ഹുസൈൻ കോയ തങ്ങൾ സ്വാഗതവും സ്കൂൾ പ്രിൻസിപ്പൽ V മധുസൂദനൻ നന്ദിയും അറിയിച്ചു. A മൊയ്തീൻകുട്ടി, MPC നാസർ, PK അബ്ദുൽ ലത്തീഫ്, ഡോക്ടർ അബ്ദുൽ ഗഫൂർ, ഷാജി KK, ഡോക്ടർ മുജീബ് റഹ്മാൻ, AMP ഹംസ, നാസർ പാലങ്ങാട്, ഹാഷിം കടാക്കലകം, PP മൊയ്തീൻ, K മൊയ്തീൻകുട്ടി, P സുലൈമാൻ, AC അബ്ദുൽ അസീസ്, TK സുബൈർ എന്നിവർ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. SSLC +2 കഴിഞ്ഞു, ഇനി എന്ത്? നാട്ടുകാർ ചോദിക്കും മുമ്പേ അന്തസ്സായി പറയുന്നേ, ഞാൻ ജിപ്സയിൽ ജോയിൻ ചെയ്തു. 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ്, ജിഫ്സ.